ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ദുബായ് പരിപാടിയൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു പരിപാടി കാര്യങ്ങളൊക്കെ. എല്ലാവരും നാട്ടിൽ തിരിച്ചു പോയി. ഞാൻ ഒരു 1 വീക്കും കൂടി ദുബായിലുണ്ടാവും. അജു ഇവിടെ ഉള്ളതുകൊണ്ട് അജു ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനൊരു 1 വീക്കും കൂടി ഇവിടെ നിന്നിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് എൻ്റെ അപ്ഡേറ്റ്. പിന്നെ എന്താ പറയുക വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല ഒരു പരിപാടിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മാറി. ദുബായിൽ ഇങ്ങോട്ട് വന്ന പോലെയല്ല തിരിച്ചു പോകുന്നത്. നമ്മുടെ ഫാമിലി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് വലുതായി. കുറേയധികം ഫോളോവേഴ്സൊക്കെ വന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു. ഒരുപാട് സ്റ്റോറീസും ടാഗ്സും ഒക്കെ വന്നു. ഒത്തിരി സന്തോഷമുണ്ട് ദുബായ് പരിപാടിക്ക് വന്നതിന് ശേഷം. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പോവാണ്. അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അല്ലാതെ ചില്ലറ പരിപാടി, ചെറിയ ഒരു കറക്കം, അങ്ങനെ ജസ്റ്റ് ഒന്ന് അബുദാബി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഓൺ ദ വേ കാണിച്ചു തരാം. മെട്രോ അല്ലേ. ശരിക്കും ബ്ലോഗർ ബീബത്ത് ബാലാജി. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ അബുദാബിയിലേക്കാണ് പോകുന്നത്. അബുദാബിയിൽ എന്തിനാ പോകുന്നത്? അബുദാബിയിൽ നമ്മൾ എവിടെ പോകുന്നത്? തീമിലാവും അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് മെയിനായിട്ട് എന്തിനാ പോകുന്നത്? മെയിനായിട്ട് പോകുന്നത് ഹിൻലേഴ്സിൻ്റെ ടീഷർട്ട് ഡെലിവറിക്കാണ്. അതിൻ്റെ അപ്പുറം മെയിനായിട്ട് എന്തിനാ പോകുന്നത്? അതിൻ്റെ അപ്പുറം മെയിനായിട്ട് എൻ്റെ ഫ്രണ്ട് ഷാനിനെ കാണാൻ. ഷാനി മോളെ കാണാൻ. സോ എൻ്റെ ആർക്കിടെക്ചർ ജീവിതത്തിൽ ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചത്. സോ അവിടെ എൻ്റെ 5 years എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഷാനി. വാസ് മൈ ബെസ്റ്റ് ബഡ് കോളേജിൽ. സോ ഷാനി ഒരു അബുദാബി റെസിഡൻ്റാണ്, മലയാളിയാണ്, പക്ഷേ അവൾ അബുദാബിയിൽ സെറ്റിൽഡാണ്. അപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനൊക്കെ ഇവിടെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അബുദാബി പോവുമായിരുന്നു ഷാനിയുടെ അടുത്ത്. അപ്പോൾ എപ്പം ദുബായിൽ വന്നാലും അബുദാബിയിലൊരു വിസിറ്റ് ഇല്ലാണ്ട് മോസ്റ്റ്ലി പോവാറില്ല. ഷേഖ് സായിദ് മോസ്കിലേക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ടൈം ഉണ്ടെങ്കിൽ പോവാല്ലേ. കാർഡ് റീചാർജ്. അങ്ങനെ ടാപ്പ് ചെയ്താൽ മതി അല്ലേ? അഡ്വാൻസ്ഡ് ബ്രോ. ടെക്നോളജി. ഇവിടെ എവിടെ? അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി. ഇനി നേരെ ഇവിടെ പോകുന്നത് അബുദാബി ബസ് സ്റ്റേഷനിൽ ഇറങ്ങുക. ഓക്കെ. സംഭവം ഞാൻ ബസ്സിൽ ഉള്ളിൽ കയറിയപ്പോൾ ടാപ്പ് ചെയ്യുന്ന എവിടെയാണെന്ന് മറന്നുപോയി. ഇപ്പം ഞാൻ ചാടി ഇങ്ങോട്ട് കയറി. അറിയില്ല. ഞാൻ പണ്ട് ബസ്സിൽ പോയിണ്ടല്ലോ. മറന്നുപോയി എവിടെ ഏത് സൈഡിലായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിങ്ങനെ നേരെ കയറി. സെക്യൂരിറ്റി അവിടെ നിന്നിട്ട് ഹലോ എങ്ങോട്ടാ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു. നമ്മുടെ ടീഷർട്ട്സ് നമുക്കൊരു 5 ആൾക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിലൊരാൾ ഇവിടെ അടുത്തൊരു പിറ്റ് സ്റ്റോപ്പിൽ വന്നിട്ട് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അബുദാബി വരെ പോകണ്ട, ആളിവിടെ നിന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുടെ കൊറിയറൊക്കെ എടുത്തിട്ട് ബോർഡ് നോക്കി റെഡി ആയിരിപ്പുണ്ട്. മിസ്റ്റർ ഹാഷിറാണ് ഫസ്റ്റ് ആൾ. ദുബായിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഷാൻ കൊടുത്തിരുന്നു അന്ന് തന്നെ. അപ്പോൾ എന്നോട് അന്നേ വിളിച്ച് ചോദിച്ചിരുന്നു അബുദാബിയിൽ നിന്ന് ഓർഡേഴ്സ് എടുക്കട്ടെ, ഇനി അങ്ങോട്ട് പോകണ്ടാവോ, ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. കാരണം ഞാനും ഷാനും അവരൊന്നും അബുദാബിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പോകുന്നുണ്ട് പറഞ്ഞിട്ടാണ് ഓർഡേഴ്സ് എടുത്തത്. അവിടെ നിന്ന് കുറേ ടൈം ഉണ്ടാവില്ലേ? 1 മണിക്കൂർ. എല്ലാം ആംഗ്യ ഭാഷ.
എന്തൊക്കെയാണ് ഉഷാറാ, അടിപൊളിയാണ്. നീ കുറേ സമയം കിടക്കുന്നത്? ആണോ? ഇല്ലില്ല, ഞാൻ അബുദാബിയിൽ വെറുതെ പോവാ. അവരിവിടെ ഉണ്ട്, ദുബായിലുണ്ട്. ഞാൻ ഈ സൈഡിലോട്ട് വരുന്നോണ്ട് എൻ്റെ അടുത്ത് തന്നു കേട്ടോ. ഈ ബസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് 5 മിനിറ്റ്. ബസ്സിലുള്ളവരെല്ലാം നോക്കിയായിരുന്നു. الموقف التالي موقف أبو ظبي محطة الحافلات അറബി പറയുന്നത് ഇനി ഇമാതിരി പരിപാടി കാണിക്കരുത്. നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മളിപ്പോൾ എത്തും. നോ, ഇംപോസിബിൾ, ദാറ്റ് ഈസ് ഇംപോസിബിൾ. നോ. അങ്ങനെ അബുദാബിയിലെത്തി ഇരിക്കുന്നു. ഇവിടെ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് സ്പേസിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അജു അവിടുന്ന് ഒമാൻ ചിപ്സുമായിട്ട് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷാനി എലിസബത്ത് സാമുവൽ. ഇതിങ്ങനെ റീടേക്ക് ഒന്നും എടുക്കില്ല, ഇത് വളരെ റോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഷാനിയുടെ മമ്മി. അയ്യോ, ഇത് ഷാനിയുടെ മമ്മി. ഇത് ഷാനിയുടെ മമ്മി അല്ല, ഇത് മമ്മിയുടെ ഷാനി. ടീം ലാബ് അബുദാബി. യെസ്. ഇതിന്റെ അടിയിലൊരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ. So we're just gonna be showing you a short video. It's gonna have some instructions. So yeah. Wow. അതെങ്ങനെ നിനക്കറിയാം? എടാ മമ്മിയുടെ നോക്ക്. ഓ മൈ ഗോഡ്നെസ്, എന്ത് രസാ. സ്വർഗത്താണോ വന്നിരിക്കുന്നത്? ഇവിടെ തൊടാൻ പറ്റുമോ? അതിങ്ങോട്ട് നോക്ക്.
നമ്മൾ എഴുതുന്ന സാധനം ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. സോ ലൈക്ക് ഇഫ് യു കം ക്ലോസ് ഇതൊക്കെ ഓരോ പിള്ളേർ കളർ ചെയ്തിട്ട് വിട്ട സംഭവങ്ങളാണ്. അതാണ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നത്. സോ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി നോക്കാം അല്ലേ? Like a lot of, will this get displayed there? You can only write your name actually. Yeah, I get far. Ah, it's coming, it's coming, bro, it's coming. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. സറിയൽ എക്സ്പീരിയൻസ്. സറിയൽ എന്ന വാക്കിന് ഒരു അർത്ഥം ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ദിസ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ചെറിയ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വലിയ ആളുടെ ഉള്ളിലുള്ള ചെറിയ മക്കളും സെറ്റാവും. ഹാപ്പിയാവും. Okay, bye. വയ്ക്കാം. ഇതെവിടെ പോയി? ഹലോ. What, bro? നിന്നെ കളയാൻ മറന്നു. ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. We are leaving back to Dubai. ടാറ്റാ, ബൈ ബൈ. ഇന്ന് Q&A ചെയ്യണം ഞാൻ വിചാരിച്ചതാണ്. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം സംഭവിച്ചു. ഞാനിങ്ങനെ വ്ളോഗ് എടുത്ത് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് വ്ളോഗ് ഇങ്ങനെ ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്തപ്പോഴാണ് ആളിൻ്റെ അടുത്ത് എത്തിയത്. ഒരു ചേച്ചി ഓടി വന്നിട്ട് അജുവിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഫാത്തിമ എന്ന് പറഞ്ഞ് ഓടി വന്നു. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. പാവം. എന്നിട്ട് നമ്മുടെ വ്ളോഗ്സൊക്കെ കാണാറുണ്ട്, നമ്മുടെ ടീമിൻ്റെയൊക്കെ എല്ലാം പറഞ്ഞു.
നിങ്ങളുടെ പരിപാടി കാണാൻ വരണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. ഭയങ്കര സന്തോഷമായി. ലൈക്ക് ഒരാൾ അവിടെ നിന്ന് ദൂരം നിന്ന് ഇങ്ങനെ ഓടി വന്നപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആദ്യമായിട്ടാണ്. സമയം വെറും 11:15. രാവിലെ എനിക്ക് എത്ര മണിക്ക് പോകണം? രാവിലെ 5 മണിക്ക്. നിനക്ക് എത്ര മണിക്ക് എണീക്കണം? എനിക്ക് 10:30. ബട്ട് ഇറ്റ്സ് നൈസ്. ഇങ്ങനെ ഓടാൻ നല്ല രസമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ആണ് ഇന്നത്തെ. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഒരു സറിയലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന്. ഒരുപാട് സന്തോഷം ഇവിടെ വന്നതും പോകാനൊക്കെ പറ്റിയതിലൊക്കെ. എനിവേസ് നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ Q&A വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പോണതിന് മുന്നേ ചെയ്യുന്നുണ്ട് അജുവായിട്ട്. പിന്നെ എന്താ പറയുക വെച്ചാൽ ഞാനൊരു വീക്കും കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് നാട്ടിൽ പോയിട്ട് നമുക്ക് അടുത്ത ഇവൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടൊരു പ്രോഗ്രാം സീസണാണ്. ഐ എം ഓൾറെഡി എക്സൈറ്റഡ്. അതിൻ്റെ വിഷ്വൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ ആയിട്ട്. സോ നാട്ടിൽ പോയിട്ട് ബാക്കി പരിപാടിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ. So until then, thank you so much for watching. See you all in the next video. Bye bye.